കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. ഇത്രയും നേരം ത്യാഗം ചെയ്തത് മുഴുവനും ആ ടീച്ചറെ കുറിച്ച് കുറ്റം പറഞ്ഞതോടുകൂടി ഖത്തം ഹോകയാണ്. നമ്മൾ ആരെങ്കിലും നിയന്ത്രിക്കോ? നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കോ? നമ്മൾ അറിയാതെ നമ്മുടെ നാവ് നമ്മെ നശിപ്പിക്കും. എത്ര പേരെ കുറിച്ച് നമ്മൾ ഓരോ ദിവസം പറയുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കടന്നിരിക്കാൻ പറഞ്ഞപ്പോൾ സ്ത്രീകളുടെ പുറകിൽ നിന്ന് എത്രയോ ചെറുപ്പക്കാർ പിന്നെ ഇയാൾ ഭയങ്കര ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഒരാളെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതിർവരമ്പിനകത്ത് നിർത്തി ശരീരത്തെ മയപ്പെടുത്തി എടുക്കണം. അവിടെയാണ് വിജയം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് വന്നാൽ അങ്ങനെ അടിയിൽ വൃത്തിയിട്ടവനാണ്, മറ്റവനാണ്, മറിച്ച് എഴുതൂല. ആരെക്കുറിച്ചും പള്ളി പ്രസിഡന്റ് ആവട്ടെ, പ്രഭാഷകന്മാരാകട്ടെ, സംഘടനക്കാരാവട്ടെ, അങ്ങനെ എഴുതി വിടുക. എന്താണ് എന്നൊന്നും നമ്മൾ അന്വേഷിക്കൂല. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് മൊബൈൽ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, മുമ്പിൽ ആരുമില്ല. അങ്ങോട്ട് എഴുതി തന്നെ. ആര് കാണാൻ? അള്ളാഹുവിന്റെ മലക്കുകൾ മാത്രം കാണുന്നു. നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നു, നമുക്ക് നരകം കിട്ടുന്നു എന്നതല്ലാതെ ഇത് വായിക്കുന്നവർക്കെന്ത്, ഇത് കേൾക്കുന്നവർക്കെന്ത്? നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ സ്വയം നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ വെച്ച് റൂമിന്റെ അകത്ത് വിദേശത്ത് അകലങ്ങളിലേക്ക് ആരും അറിയാതെ ഇരുന്ന് 2 കുത്തോ ഒരു ലൈക്കോ കൊടുക്കുമ്പോൾ കഴിഞ്ഞു കഥ. അത്രയേ ഉള്ളൂ. ലിമൻ അത്തോവൽ കലാം, നല്ല സംസാരമുള്ളവർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ ഓരോ സംസാരം നടത്തുമ്പോഴും ലിമ ഖുൽത ഹാദാ, ലിമ ഖുൽത ഹാദാ, എന്തിനാണ് നീ ഇത് പറഞ്ഞതെന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന വർത്തമാനമല്ലാതെ ഞാൻ പറയുകയില്ലെന്ന് ഖാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ലിമ ഖുൽത ഹാദാ, എന്തിനാണോ അന്ന് നീ എങ്ങനെ പറഞ്ഞതെന്ന് പരലോകത്ത് വെച്ച് അല്ലാഹു ചോദിക്കുമ്പോ അതിന് നല്ല ഒരു മറുപടി ഇല്ലാത്ത വർത്തമാനം എന്റെ ജീവിതത്തിൽ ഞാൻ പറയില്ല എന്ന് ഖാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്.